ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOS 184 യൂണിറ്റ് 4 ബേസിക് ഓഫ് ഇ കൊമേഴ്സ് ആണ്. അപ്പം ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത് ഗവൺമെൻറ്റിൽ ഡിജിറ്റൽ വന്നതോടുകൂടി, ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി, ഡിജിറ്റൽ ടെക്നോളജി വന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നതാണ്. അതുപോലെ ഈ ഗവൺമെൻറ് എന്താണ്, ഈ ഗവർണൻസ് എന്താണ്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഗവൺമെൻറ് എന്താണെന്നും ഈ ഗവർണൻസ് എന്താണെന്നും നോക്കാം. ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സേവനങ്ങളും വിവരങ്ങളും അഥവാ സർക്കാരിൻ്റെ സർവീസസുകളും ഇൻഫർമേഷനും ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സർവീസുകളും ഇൻഫർമേഷൻസും മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ വഴിയോ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കും അതുപോലെ പൊതുസ്ഥാപനങ്ങൾക്കും സർക്കാരിൻ്റെ സേവനങ്ങൾ എളുപ്പമാക്കുന്നതിനാണ്. പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിൻ്റെ സേവനങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് നികുതി അടക്കുന്നത്, പാസ്പോർട്ടിൻ്റെ സർവീസസുകൾ, അതുപോലെ ആധാറിൻ്റെ സർവീസസുകൾ, ഇതൊക്കെയാണ്. എന്നാൽ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻ്റർനെറ്റും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുഭരണത്തിലെ തൊഴിൽ മാർഗങ്ങൾ അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡിസിഷൻ മേക്കിംഗ് കൂടുതൽ ജനാധിപത്യപരമായിട്ട് അഥവാ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയിട്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇത് സർക്കാർ സേവനങ്ങളും ഭരണ സംവിധാനങ്ങളും കൂടുതൽ സുതാര്യവും കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കാൻ സഹായിക്കുന്നത്, കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടും നടത്തുവാൻ സഹായിക്കുന്നു. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ആധാർ, M-Govin, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ ഓൺലൈൻ വഴി ചെയ്യുന്നതാണ്. ഇതൊക്കെ ഓൺലൈൻ വഴി ചെയ്യുന്നതിനാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് പ്രധാനമായിട്ടും ജനങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സർവീസസുകൾ എത്തിക്കുന്നതിലും, എന്നാൽ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായി സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ ഗവേണൻസ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. എന്താണ് ഈ ഗവേണൻസ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളും ഇന്ത്യയിലുള്ള ജനങ്ങളുടെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിനും, അതുപോലെ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സർവീസസുകൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡെഫിനിഷൻ. അതിൽ ഈ ഗവൺമെൻസിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. സിറ്റിസൺ എൻഗേജ്മെൻ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളും അതുപോലെ ഗവൺമെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ എഫക്റ്റീവായി നടത്തുന്നു. എംപവർമെൻറ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി കുറച്ചുകൂടെ സുതാര്യമായിരിക്കും. ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അവരുടെ കാര്യങ്ങൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടും കുറച്ചുകൂടെ ഉത്തരവാദിത്തപൂർണ്ണമായും ചെയ്യുന്നതാണ്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഗവൺമെൻറ് ആൻഡ് ഈ ഗവർണൻസ്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇവിടെ ഈ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സർവീസസുകൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ ജനങ്ങളിലെത്തിക്കുക. ഈ ഗവർണൻസ് എന്ന് പറയുന്നത് സിറ്റിസണുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്, അവരുമായിട്ട് എൻഗേജ്ഡ് ആവുക, അവരുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ ഡെമോക്രാറ്റിക്കായി മാറ്റുക, അഥവാ ജനാധിപത്യ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവർണൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് എയിംസ് ടു ഇൻവോൾവ് സിറ്റിസൺ മോർ ആക്റ്റീവ് ഇൻ ഗവർണൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സർവീസുകൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്.
സിറ്റിസൻ്റെ പാർട്ണർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുക, പബ്ലിക് പോളിസി ഫോർമുലേഷനിൽ സിറ്റിസൻ്റെ പാർട്ണർഷിപ്പ് കൊണ്ടുവരിക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എയിംസ് എന്ന് പറഞ്ഞാൽ സിറ്റിസൻ്റെ പാർട്ടിസിപ്പേഷനാണ്. ഇമ്പ്രൂവ് പബ്ലിക് പോളിസി ഫോർമുലേഷൻ, അതുപോലെ റീഡിഫൈൻ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. ഇത് കുറച്ചുകൂടെ ഈ ഗവൺമെൻറ്റ്സ് കൊണ്ട് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആകാനും ഇൻറ്ററാക്റ്റീവ് മോഡിലേക്ക് ആക്കുവാനുമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടും ജനങ്ങളിലേക്ക് ഒരു ഡിലേ ഒന്നും ഇല്ലാതെ, കറപ്ഷൻസ് മീൻസ് അഴിമതികളൊന്നും നടത്താതെ തന്നെ പെട്ടെന്ന് തന്നെ വേറെ ഒന്നും ഡിഫിക്കൽട്ടൊന്നും ഇല്ലാതെ ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഈ ഗവേണൻസ് എന്ന് പറയുന്നത് സിറ്റിസൺസിൻ്റെ അഥവാ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഗവൺമെൻറ്റിൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നു. അതുപോലെ ബെറ്റർ ഇൻറ്റഗ്രേഷൻ ഓഫ് സർവീസസ് ആൻഡ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻസി. ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ഗവേണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് എന്തൊക്കെയാണുള്ളത്. മോട്ടിവേഷൻ. ഇ കൊമേഴ്സ് എന്ന് പറയുന്നതിനാൽ അവർ ഇ കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. അതിനാൽ ഇ ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ പബ്ലിക് സർവീസുകൾ കുറച്ചുകൂടെ അവർ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസുകൾ ഇമ്പ്രൂവ് ചെയ്യാനും അത് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ജനങ്ങളിൽ എത്തിക്കുവാനും അതുപോലെ ജനങ്ങളുമായിട്ടൊരു എൻഗേജ്മെൻറ്റ്, പരസ്പരമുള്ളൊരു എൻഗേജ്മെൻറ്റ് നിലനിർത്തുക, ഇതൊക്കെയാണ് ഈ ഗവൺമെൻറ്റ്സ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സിൻ്റെത് സെയിൽസ് ചെയ്യുക, പ്രൊഡക്റ്റും സർവീസ് സെയിൽസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ്. ഒരു ബിസിനസ്സിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സർവീസസിൻ്റെ കോസ്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സർവീസസിൻ്റെ കോസ്റ്റ് കുറക്കുക, അതുപോലെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് അവർക്ക് ആക്സസിബിളായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് ടാർഗറ്റ് ഗ്രൂപ്പ്. ഇ കൊമേഴ്സിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരെ പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്. അവർ എന്ത് സാധനമാണോ ഇറക്കുന്നത് അത് ആർക്കാണോ നീഡുള്ളത് അവരാണ് അവരുടെ ടാർഗറ്റഡ് കസ്റ്റമർ. ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ടാർഗറ്റ് സിറ്റീസൺ പബ്ലിക് സർവീസസ്. ഈ ഗവൺമെൻറ്റ്സ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജനങ്ങളെയാണ്, സിറ്റിസൺസിനെയാണ്. അടുത്ത ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് ഇ കൊമേഴ്സിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ്, അതൊക്കെ ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ സെയിൽസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കസ്റ്റമർ ഇൻട്രാക്ഷനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് അതുപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. ഈ ഗവേണൻസിലും സെയിം ആണ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഡെലിവറി ചെയ്യാനും സർവീസസ് കൊടുക്കാനും ഇതൊക്കെ അതിനൊക്കെ വേണ്ടി വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഈ ഗവേണൻസിലുണ്ട്. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് എംപ്ലോയിങ് ഡിജിറ്റൽ ടെക്നോളജീസ് ഇൻ ഗവേണൻസ്. ഗവേണൻസിൽ ഡിജിറ്റൽ ടെക്നോളജീസിന് കൊണ്ടുവന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫാസ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് സർവീസ്. ഫാസ്റ്റായിട്ടുള്ളതും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സർവീസുകൾ സിറ്റിസണിൽ കിട്ടാൻ തുടങ്ങി. റിഡക്ഷൻ ഓഫ് ഡിലേ ആൻഡ് കറപ്ഷൻസ്. നമ്മൾക്ക് മുമ്പൊക്കെ നമ്മൾ ഓഫീസിൽ പോയിട്ട് ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ പോയിട്ട് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഫോർ ആധാർ ആയാലും ഒക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റുന്നു. അപ്പം ഡിലേ അവിടെ ഒഴിവാകുന്നു. അതുപോലെ കറപ്ഷൻസ്, അഴിമതികൾക്ക് ഒഴിവാകുന്നു. എഫക്റ്റീവ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതുപോലെ എൻഹാൻസ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻസ്, ഇൻ്റഗ്രേഷൻ ഓഫ് സർവീസസ്. അടുത്തത് ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ്. അടുത്തിവിടെ പറഞ്ഞിട്ടുള്ളത് ഗാർട്ട്നേഴ്സ് ഇവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ്. ഗാർട്ട്നേഴ്സിൻ്റെ
ഇ ഗവേണൻസ് മോഡൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെൻറ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള അവരുടെ 4 ഫേസസ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ, ഗവൺമെൻറ് വെബ്സൈറ്റ് പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുകൊണ്ട് അതിലേക്ക് ആക്സസ് ലഭിക്കുകയാണ്, സർവീസസിന് ആക്സസ് ലഭിക്കുകയാണ്. അടുത്തോടെ ഇൻട്രാക്ഷൻ, ദിസ് ഫേസ് ഇൻക്ലൂഡ്സ് ബോത്ത് വൺ വേ ആൻഡ് ടു വേ ഇൻട്രാക്ഷൻ. വൺ വേ ആൻഡ് ടു വേ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിറ്റിസണും ഗവൺമെൻറ്റും തമ്മിലുള്ള വൺ വേ ആൻഡ് ടു വേ ഇൻട്രാക്ഷൻ നടക്കുകയാണ്. അതുപോലെ ട്രാൻസാക്ഷൻ, ഓൺലൈൻ ട്രാൻസാക്ഷൻസും പേയിങ് യൂട്ടിലിറ്റി ബിൽ ഓർ ഫയലിംഗ് ടാക്സസ്, ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഗവൺമെൻറ് ഓഫീസിൽ പോകണ്ട, നമുക്ക് ടാക്സ് അടക്കുന്നതും ബില്ല് അടക്കുന്നതും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ട്രാൻസ്ഫോർമേഷൻ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസ് ഡിജിറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങൾക്ക് നേരിട്ട് തന്നെ എന്താണ് വെബ്സൈറ്റിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ വഴി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ 4 ഫേസിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇവാലുവേഷൻ ഓഫ് ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ. 1970s എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്. അതിൻ്റെ ഇവല്യൂഷൻ, അതിൻ്റെ നാൾവഴികളാണ്, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, എമർജ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. നോട്ടബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ഈ ഗവേണൻസിൻ്റെ നോട്ടബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സേവാ പ്രൊജക്റ്റ്, അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ, അടുത്തത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. എന്താണ് അത് എയിം ചെയ്തിരിക്കുന്നത്, ലക്ഷ്യമിട്ടിരിക്കുന്നത് കൺട്രി ഫുള്ളായിട്ട് ഡിജിറ്റലൈസ് ചെയ്യുക, നമ്മുടെ കൺട്രിയിൽ എല്ലായിടത്തും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സർവീസസുകളും എല്ലാ മേഖലകളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് വിഷൻസ് ഏരിയ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് യൂട്ടിലിറ്റി ടു എവറി സിറ്റിസൺ, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നൽകുക, സെക്യൂർ സൈബർ സ്പേസ്, മൊബൈൽ കണക്ടിവിറ്റി ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഫോർ ഓൾ സിറ്റിസൺസ്. അടുത്തത് ഗവർണൻസ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്, പ്രൊവൈഡ് പബ്ലിക് സർവീസസ് ആൻഡ് എൻടൈറ്റിൽമെൻറ്റ്സ് ആൻഡ് റിയൽ ടൈം ത്രൂ ഡിജിറ്റൽ ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോംസ്. പബ്ലിക് സർവീസസുകൾ നമുക്ക് ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ലഭിക്കുക. ഡിജിറ്റൽ എംപവർമെൻറ്റ് ഓഫ് സിറ്റിസൺ, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്താണ് ഡിജിറ്റൽ ടെക്നോളജിനെ കുറിച്ചിട്ടും അതുപോലെ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ. അതാണ് ഇതിൻ്റെ 3 വിഷൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ. അടുത്ത 9 പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയുടെ 9 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ബ്രോഡ്ബാൻഡ് ഹൈവേസ്, ഇൻ്റർനെറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് എല്ലായിടത്തും ആക്സസ് ഇട്ടാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുക, ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് എല്ലായിടത്തും എത്തിക്കുക. യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി, അതുപോലെ പബ്ലിക് ഇൻ്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, പബ്ലിക് പ്ലേസസിൽ ഇൻ്റർനെറ്റ് ആക്സസ് ലഭിക്കുന്നതിനുള്ള പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇ ഗവേണൻസ്, റീഫോമിംഗ് ഗവൺമെൻറ് ത്രൂ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് സർവീസസുകൾ ഇംപ്രൂവ് ചെയ്യുക. ഇ ക്രാന്തി, ഇലക്ട്രോണിക് ഡെലിവറി സർവീസസ് ഇലക്ട്രോണിക്കലായിട്ട് നൽകുക. ഇൻഫർമേഷൻ ഫോർ ഓൾ, മേക്കിംഗ് ഇൻഫർമേഷൻ ആക്സസിബിൾ ടു ഓൾ സിറ്റിസൺ, എല്ലാ ജനങ്ങൾക്കും എന്താണ് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, IT ഫോർ ജോബ്സ്, ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റി ത്രൂ IT-യിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനങ്ങൾക്ക് നൽകുക. ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാംസ്, ക്വിക്ക് വിൻസ്, വെറൈറ്റി ഡിജിറ്റൽ ഏരിയാസ്, ഇതൊക്കെയാണ്. അടുത്തത് കീ ഇനീഷ്യേറ്റീവ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയിലെ കീ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് വന്നു, അഥവാ ഈ NAM, ആൻ ഇലക്ട്രിക് ട്രഡീഷണൽ പ്ലാറ്റ്ഫോം ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് എക്സിസ്റ്റിംഗ് APMs. ഒരു മാർക്കറ്റ് പ്ലേസ്, അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിന് വേണ്ടി ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി. അതുപോലെ ഫെർട്ടിലൈസർ മോണിറ്ററിംഗ് സിസ്റ്റം, സോയിൽ ഹെൽത്ത് കാർഡ്, ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ്, DG ലോക്കർ
നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പം എക്സാമൊക്കെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഡിജി ലോക്കർ അത്യാവശ്യമാണ്. നമ്മുടെ പേപ്പർ വർക്ക് കുറക്കുന്നതിന് വേണ്ടി നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ആയാലും എന്ത് ഡോക്യുമെൻറ്റ്സും ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഡിജി ലോക്കർ ഇപ്പോൾ നമുക്ക് ഇഗ്നുവിൻ്റെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഡിജി ലോക്കറിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കണം, നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഡിജി ലോക്കർ എല്ലാവർക്കും പരിചയമുള്ള സാധനമായിരിക്കും. അടുത്തത് PMG ദിശ, ഈ ഗ്രന്ഥാലയ, ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. കീ ഇനീഷ്യേറ്റീവ് ഡിജിറ്റൽ ഇന്ത്യൻ്റെ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിൽ അക്ഷയ, നമ്മൾ കേരളത്തിലുള്ള അക്ഷയ സെൻറ്റേഴ്സ്, റിയൽ ടൈം ഗവർണൻസ് RTG ആൻഡ് ആന്ധ്രാപ്രദേശ്, ഇത് രണ്ടാണ് സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, കാര്യമായി ഡിഫിക്കൽട്ടായിട്ടൊന്നും ഇതിനകത്തില്ല.